ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ പക്കാവട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 4 മണിക്ക് പലഹാരമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ടാണ് വേണ്ടത് ഒരു സവാള, സാമാന്യം വലിപ്പമുള്ള ഒരു സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 1 കപ്പ് കടലമാവ്, അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് ചെറുതോ വലുതോ കപ്പിൽ എടുക്കാം. 1 കപ്പ് കടലമാവ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം, അത് കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം, പിന്നെ മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി വേണം, പിന്നെ കായപ്പൊടി, അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഒരു പച്ചമുളക്, കുഞ്ഞുങ്ങൾക്ക് എരിവ് തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടണ്ട, ചുവന്ന പൊടി മാത്രം ഇട്ടാൽ മതി, മുളക് പൊടി മാത്രം ഇട്ടാൽ മതി. മറ്റേത് അല്ലെങ്കിൽ എരിവ് വേണമെന്നുള്ളവർക്ക്, നമ്മളൊരു ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് അതിൽ ആദ്യം സവാള അരിഞ്ഞെടുക്കണം. സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. സവാള ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള, സാമാന്യം വലിയ സവാളയാണ് എടുത്തത്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക്, ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് ഇട്ടു. അതിന് ശേഷം ഇതിൽ അല്പം ഉപ്പ്, അത് ടേസ്റ്റ് അനുസരിച്ചിട്ട് എത്രയാണ് ആവശ്യം അതനുസരിച്ചിട്ട്, ഉപ്പ് കൂടുതലും കുറവും ഒക്കെ ആവശ്യമുള്ളവർ അതനുസരിച്ചിട്ട് അല്പം ഉപ്പ് ചേർക്കുക. ചേർത്തു. അതിനുശേഷം ഇത് ഒരു പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾ സ്കൂളിൽ 4 മണിക്ക് 3 മണിക്ക് വിടുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നമുക്കത് തയ്യാറാക്കി വയ്ക്കാം. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളതാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ ഇതിനെ പക്കാവട എന്നാണ് പറയുന്നത്. വൈകുന്നേരത്തെ ഇതിനൊക്കെ നല്ലതാണ്. 1 സ്പൂണ് മുളക് പൊടി, അല്പം കായപ്പൊടി ഇടാം, ടേസ്റ്റ് കിട്ടും. അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള എടുക്കുക. സവാളയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം. അല്പം കട്ടിയായിരിക്കത്തൊക്കെ വേണം, എന്നാൽ ഒരുപാട് കട്ടിയാകാൻ പാടില്ല. ആ രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഉള്ളിയൊക്കെ ഒരല്പം ചിത്തിരിമ ഉടച്ച് കുഴച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് ഇരിക്കും. അതൊന്ന് ഇച്ചിരിഞ്ഞൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ നല്ലതായിരിക്കും. മുളകിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഒരു കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തയ്യാറായിട്ടുണ്ട്, ഇതിൻ്റെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. എളുപ്പം ഈസി ആയിട്ടുള്ളതാണ്. എളുപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. നല്ല ടേസ്റ്റുള്ള ഇതാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇത് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ ഇട്ട് കൊടുക്കുക. ഏറ്റവും ഈസിയാണ്, ഏറ്റവും എളുപ്പമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും
അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. അതുപോലെ കുറയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉള്ളിലും പച്ചപ്പ് മാറാനായിട്ട് ഉള്ളിൽ എണ്ണ കയറി നല്ലപോലെ വറുത്ത് കിട്ടും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ എടുക്കാവുന്ന ഒരു പലഹാരമാണ്. ഒരുപാട് ഇതിന് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് നമ്മൾ ഇത് ഉള്ളിയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതുപോലെ വഴുതനങ്ങ പിന്നെ ചെറുതായിട്ട് നല്ല കനം കുറച്ച് അത് അരിഞ്ഞിട്ട് അതിൽ കടലമാവ് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, വലിയ പച്ചമുളക് എരിവുള്ള ഇഷ്ടമുള്ളതാണെങ്കിൽ വലിയ പച്ചമുളകിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ അതിൽ പാലക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പാലക്ക് കിട്ടുവാണെങ്കിൽ പാലക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാം. ഇത് റെഡിയായി കഴിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. റെഡിയായി കഴിഞ്ഞത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്തു. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വീട്ടിൽ 2-3-4 പേരുണ്ടെങ്കിൽ ധാരാളം വൈകുന്നേരത്തേക്കുള്ള ചായക്ക് ധാരാളം മതിയാവും. അല്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുക്കണം. അതനുസരിച്ചിട്ട് കരിഞ്ഞു പോകാതെയും ഉള്ളി വേവുകയും ചെയ്യണം. അങ്ങനെ രീതിയിൽ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരിതാണ്. ഹെൽത്തിയുമാണ്. പാലക്കെല്ലാം ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണിത്. അല്പം കുറച്ച് എണ്ണ മതി. ഇതിന് ഒരുപാട് എണ്ണ എടുത്താൽ ചിലപ്പോൾ ഇതായിപ്പോകും, അല്ലാതെ ടൈറ്റായിപ്പോകും. കുറച്ച് ഇതിൽ കുറേശ്ശെ എണ്ണ എടുത്തിട്ട് 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ഇതുപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഒരുപാട് ഇത് കളറാകാൻ നിൽക്കണ്ട. പിന്നെ ഒരുപാട് ടൈറ്റായിരിക്കും. ഒത്തിരി കുട്ടികൾക്ക് പിന്നെ കുഴപ്പമില്ല. ക്രിസ്പി ആണെങ്കിലും ടൈറ്റ് ആണെങ്കിലും അവർക്ക് കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. അല്പം മറ്റേ സോഫ്റ്റായിട്ടിരിക്കുന്ന ടേസ്റ്റിൻ്റെ വ്യത്യാസം മാറും. അല്പം വെള്ളം ഇതും റെഡി ആയിട്ടുണ്ട്. ചെയ്ത് കൊടുക്കും. അതേ പക്കാവട നല്ല ഇതായിട്ട് ക്രിസ്പി ആയിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസോ ചില്ലി സോസോ എന്തെങ്കിലും കൂട്ടത്തിൽ അതിൻ്റെ ഇഷ്ടമുള്ളതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടി കഴിക്കാം. ഇതല്ലാതെ വെറുതെ കഴിച്ചാലും ടേസ്റ്റാണ്. ഇത് നിങ്ങളിന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. നമുക്കും നല്ലതാണ്. നമുക്കും ഗസ്റ്റുകളെല്ലാം വരുവാണെങ്കിൽ അവർക്കും ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് 4 മണി പെട്ടെന്നൊരു പലഹാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.